വിവാദങ്ങളും വിമർശനങ്ങളും അവസാനിപ്പിക്കാതെയാണ് കെ.പി.സി.സിയുടെ നേതൃത്വത്തിൽ നടത്തിയ സമരാഗ്നി എന്ന പ്രക്ഷോഭയാത്ര അവസാനിച്ചിരിക്കുന്നത്. ഇത്തരമൊരു പരിപാടി കെ.പി.സി.സിയുടെ നേതൃത്വത്തിൽ വി.ഡി. സതീശനും കെ. സുധാകരനും നേതൃത്വം നൽകിക്കൊണ്ട് നടത്തിയ ആ ഒരു പരിപാടി അവസാനിച്ചിട്ട് പോലും ഇപ്പോഴും അതിനെതിരെയുള്ള വിമർശനങ്ങൾ ഒന്നും തന്നെ കെട്ടടങ്ങിയിട്ടില്ല. ഇപ്പോൾ വീണ്ടും അതേ വേദിയിൽ നിന്ന് തന്നെ അടുത്ത വിവാദത്തിനുള്ള വഴി ഒരുക്കിയിരിക്കുകയാണ്. കെ.പി.സി.സിയുടെ ഈ സമരാഗ്നി പ്രക്ഷോഭയാത്രയുടെ സമാപന വേദിയിൽ പ്രത്യേകം സജ്ജീകരിച്ച പന്തലിൽ ഒരു പ്രത്യേക കൗണ്ടർ തന്നെയുണ്ട് പണപ്പിരിവിന് വേണ്ടി. അവിടെ നോട്ടെണ്ണുന്ന മെഷീൻ വരെയുണ്ട്. അതിനായി ഏർപ്പെടുത്തിയിരിക്കുന്ന മുതിർന്ന നേതാക്കളും അവിടെ പ്രത്യക്ഷരാണ്. ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങളെല്ലാം തന്നെ സമൂഹ മാധ്യമങ്ങളിലെല്ലാം ചർച്ച ചെയ്യപ്പെടുകയാണ്. ഇപ്പോൾ പന്തലിൽ വെച്ച് നേതാക്കൾ നോട്ട് എണ്ണുന്നതും പണപ്പിരിവ് നടത്തുന്നതും എല്ലാം തന്നെ വീഡിയോ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ഇതിനായി പ്രത്യേകം നേതാക്കളെ വരെ നിയോഗിച്ചിട്ടുണ്ടെന്നതും ശ്രദ്ധേയമാണ്. ഇത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം പി.വി. അൻവർ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ആ പോസ്റ്റ് ഇങ്ങനെയാണ്: സമരാഗ്നി ജാഥയുടെ സമാപന സമ്മേളന വേദിക്ക് പിറകുവശത്ത് പ്രത്യേകം സജ്ജീകരിച്ച പണപ്പിരിവ് കൗണ്ടറാണിത്. നോട്ടെണ്ണൽ മെഷീൻ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളുണ്ട്. പ്രത്യേകം ചുമതലപ്പെടുത്തി കെ.പി.സി.സി ഭാരവാഹികൾ മേൽനോട്ടം വഹിക്കാനുണ്ട്. ജാഥ എത്തിയ എല്ലാ വേദികളുടെയും പിറകുവശത്ത് ഇത്തരം കൗണ്ടറുകൾ ഉണ്ടായിരുന്നു. ആകെ എത്ര കിട്ടി? ആരൊക്കെയാണ് ഇവിടെ എത്തി പണം നൽകിയത്? എന്തിനാണ് ഇവർ പണം നൽകിയത്? ഇതൂടെ വ്യക്തമാക്കണം സതീശ. ഈ ഒരു കുറിപ്പിന്റെ അവസാനം ബ്രാക്കറ്റിൽ ഫോട്ടോ എടുത്ത് പുറത്തുവിട്ട സുധാകരേട്ടൻ അനുകൂലികൾക്ക് നന്ദിയും പറയുന്നുണ്ട് പി.വി. അൻവർ. ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ പി.വി. അൻവർ ചോദിക്കുന്ന ചില പ്രസക്തമായ ചോദ്യങ്ങളുണ്ട്. ഇത്തരത്തിലുള്ള പണപ്പിരിവ് കൗണ്ടറുകൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ എല്ലാ സമരാഗ്നിയുടെ എല്ലാ വേദികളിലും ഇത്തരത്തിലൊരു പണപ്പിരിവ് നടത്തിയിരുന്നോ? അങ്ങനെ പണപ്പിരിവ് നടത്തിയിരുന്നെങ്കിൽ തന്നെ അത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇനി ആരൊക്കെ ഇത്തരത്തിൽ പണം നൽകിയിട്ടുണ്ടാവും? ഇതിനൊക്കെ മറുപടി പറയേണ്ടത് ഈ ഒരു പരിപാടി കെ.പി.സി.സിയുടെ നേതൃത്വത്തിൽ നടത്തിയ സമരാഗ്നി എന്ന ഈ ഒരു പരിപാടിക്ക് നേതൃത്വം നൽകിയ നേതാക്കൾ തന്നെയാണ്. മുതിർന്ന കോൺഗ്രസ് നേതാക്കളായിട്ടുള്ള വി.ഡി. സതീശനും കെ. സുധാകരനും തന്നെയാണ് ഇതിനൊക്കെ മറുപടി നൽകേണ്ടത്. എന്നാൽ പി.വി. അൻവർ ഈ ഒരു പോസ്റ്റ് ഇട്ടതിന് ശേഷം ഒരു നേതാക്കളും ഇത് സംബന്ധിച്ച് ഒരു വിവരങ്ങളും പുറത്തുവിട്ടിട്ടില്ല. മാത്രമല്ല ഇത് തെറ്റാണെന്നോ ശരിയാണെന്നോ പ്രതികരിച്ചുകൊണ്ട് വി.ഡി. സതീശനോ കെ. സുധാകരനോ ഇത് സംബന്ധിച്ച് യാതൊരു വിവരങ്ങളോ അല്ലെങ്കിൽ യാതൊരുവിധ വാർത്താ സമ്മേളനങ്ങളോ ഒന്നും തന്നെ നടത്തിയിട്ടില്ല. ഇവിടെ ശ്രദ്ധിക്കേണ്ട വിഷയം എന്തെന്നാൽ ഇത്തരത്തിൽ സമരാഗ്നിയുടെ വേദിയുടെ പിറകുവശത്ത് സജ്ജീകരിച്ചിരിക്കുന്ന അത്തരം പന്തലുകളിൽ അല്ലെങ്കിൽ അത്തരം വേദികളിലെല്ലാം തന്നെ മുതിർന്ന നേതാക്കൾ നേരിട്ട് നിന്നാണ് ഇത്തരത്തിൽ പണപ്പിരിവ് നടത്തുന്നത്. മുൻപ് സർക്കാരിന്റെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മറ്റു മന്ത്രിമാരും എല്ലാവരും ചേർന്നുകൊണ്ട് നവകേരള സദസ്സ് എന്നൊരു പരിപാടി നടത്തിയിരുന്നു. അന്ന് ഇതേ നേതാക്കൾ തന്നെയായിരുന്നു വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നത്. കേരളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സമയത്ത് ഇത്തരത്തിലൊരു നവകേരള സദസ്സ് പോലെ ഒരു പരിപാടി നടത്തേണ്ടിയിരുന്നോ എന്ന ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പല നേതാക്കളും വി.ഡി. സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കളും അതുപോലെ തന്നെ അണികളും ഒക്കെ തന്നെ രംഗത്ത് വന്നിരുന്നതാണ്. പക്ഷേ സമരാഗ്നിയെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നവകേരള സദസ്സ് എന്ന പരിപാടിക്ക് ഇതിലും ജനശ്രദ്ധ നേടിയിരുന്നു. പക്ഷേ സമരാഗ്നിക്ക് അങ്ങനെ ആയിരുന്നില്ല. മാത്രമല്ല മാധ്യമ ശ്രദ്ധയും സമരാഗ്നിക്ക് കുറവായിരുന്നു. സമരാഗ്നി എന്ന പരിപാടി നവകേരള സദസ്സ് പോലെ തന്നെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേട്ട് പരിഹരിക്കുക, അതുപോലെ തന്നെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അനീതിക്കെതിരെ പോരാടുക എന്നൊക്കെയുള്ള ഉദ്ദേശങ്ങളാണ് എന്നായിരുന്നു നേതാക്കൾ അറിയിച്ചിരുന്നത്. നവകേരള സദസ്സിനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരാതികൾ ഒക്കെ സ്വീകരിച്ച് അതിന് പരിഹാരം കാണുക എന്നൊരു തീരുമാനമായിരുന്നു സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. പിണറായി വിജയന്റെയും മറ്റു മന്ത്രിമാരുടെയും നേതൃത്വത്തിൽ നടത്തിയ നവകേരള സദസ്സ് എന്ന പരിപാടിക്ക് വലിയൊരു വിഭാഗം ജനങ്ങളുടെ പിന്തുണയുണ്ടായിരുന്നു. മാത്രമല്ല പരിപാടി തുടങ്ങിയ അന്നു മുതൽ അല്ലെങ്കിൽ അതിനു മുൻപ് മുതൽ എപ്പോഴും തന്നെ മാധ്യമങ്ങളിലെല്ലാം നിറഞ്ഞു നിൽക്കുകയായിരുന്നു നവകേരള സദസ്സ് എന്ന പരിപാടി. മാത്രമല്ല അന്ന് നവകേരള ബസ് നിരത്തിലിറക്കിയപ്പോൾ അതിന് വിമർശനം നേരിടേണ്ടി വന്നിരുന്നു. KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെയൊക്കെ കരിങ്കൊടി പ്രതിഷേധവും മറ്റുമൊക്കെ മുഖ്യമന്ത്രിക്കും മറ്റു മന്ത്രിമാർക്കും ഈ ഒരു നവകേരള ബസ്സിന് നേരെ ഉണ്ടായപ്പോൾ എല്ലാം തന്നെ നേരിടേണ്ടി വരികയും അതെല്ലാം തന്നെ വാർത്തയാവുകയും ചെയ്തിരുന്നതാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പുതുമയുള്ള ഒരു പരിപാടിയായിരുന്നു നവകേരള സദസ്സ് എന്നത്. കേരളത്തെ ഉയരങ്ങളിലെത്തിക്കുക, അതുപോലെ തന്നെ സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക, സാധാരണ ജനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി ശ്രമിക്കുക എന്നൊക്കെയുള്ള ഉദ്ദേശങ്ങളായിരുന്നു നവകേരള സദസ്സ് നടത്തുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ദേശിച്ചിരുന്നത്. സർക്കാരും ജനങ്ങളുമായിട്ടുള്ള അടുപ്പം കുറച്ചുകൂടി കൂട്ടുക, അല്ലെങ്കിൽ സർക്കാർ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു എന്നുള്ള ഒരു പ്രതീതി ഉണ്ടാക്കുക, ജനങ്ങളുടെ വിശ്വാസം നേടിയെടുക്കുക എന്ന സതുദ്ദേശത്തോടു കൂടിയായിരുന്നു ഇത്തരത്തിലൊരു നവകേരള സദസ്സ് കേരളത്തിൽ വിപുലമായ രീതിയിൽ തന്നെ സംഘടിപ്പിച്ചത്.
അങ്ങനെ നവകേരള സദസ്സ് എന്ന പരിപാടി കേരളം ഒന്നടങ്കം നടത്തുകയും എല്ലാ മണ്ഡലങ്ങളും സന്ദർശിച്ചുകൊണ്ട് പരിപാടി വളരെ വിപുലമായ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയും വലിയൊരു വിഭാഗം ജനങ്ങൾ അതിനെ ഇരുകൈയിൽ നീട്ടി സ്വീകരിക്കുകയും ചെയ്തു. എന്നാൽ സമരാഗ്നിയിലേക്ക് വരികയാണെങ്കിൽ ഇത്തരത്തിൽ നവകേരള സദസ്സിന് ലഭിച്ചതുപോലെ ഒരു പിന്തുണയോ ഒന്നും തന്നെ ജനങ്ങളുടെ ഭാഗത്തോ അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നോ ഉണ്ടായിട്ടില്ല. തീർച്ചയായിട്ടും ഇവിടെ മാധ്യമ ശ്രദ്ധ നേടേണ്ടിയിരുന്ന ഒരു പരിപാടി തന്നെയാണ് സമരാഗ്നി. കാരണം പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ KPCCയുടെ ഭാഗത്ത് നിന്ന് KPCC നേതൃത്വം നൽകി കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളായ VD സതീശനും K സുധാകരനും ഒരുമിച്ച് നിന്ന് മുന്നോട്ട് നയിക്കുന്ന ഒരു പരിപാടി. തീർച്ചയായിട്ടും അണികളും ജനങ്ങളും എല്ലാം തന്നെ ഈ ഒരു പരിപാടിയിൽ പങ്കെടുത്ത് അത് വിജയകരമാക്കും എന്ന് തന്നെ പ്രതീക്ഷിച്ചിരുന്ന, കോൺഗ്രസ് പ്രതീക്ഷ വെച്ചിരുന്ന ഒരു പരിപാടി തന്നെയായിരുന്നു. പക്ഷേ പ്രതീക്ഷകൾക്കെല്ലാം വിപരീതമായിക്കൊണ്ട് തുടക്കം മുതൽ തന്നെ വിവാദങ്ങളിൽ മാത്രം ഇടം പിടിച്ച ഒരു പരിപാടിയായി സമരാഗ്നി മാറുകയായിരുന്നു. മാത്രമല്ല VD സതീശനും K സുധാകരനും തമ്മിലുള്ള പോരൊക്കെ പുറത്തേക്ക് വരുന്ന ഒരു സാഹചര്യം, ജനങ്ങളിലേക്കും മാധ്യമപ്രവർത്തകരിലേക്കുമൊക്കെ എത്തിച്ചേരുന്ന ഒരു സാഹചര്യം, അതെല്ലാം തന്നെ ജനങ്ങൾ അറിയുന്ന ഒരു നിലയിലേക്കൊക്കെ എത്തിച്ചേരുകയാണ് ഉണ്ടായത്. സമരാഗ്നി അങ്ങനെ ആരംഭിച്ച് അവസാനിക്കുമ്പോൾ ഇവിടെ K സുധാകരൻ എന്ന നേതാവിന്റെ ഇമേജ് കൂടിയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. കോൺഗ്രസിന്റെ കരുത്തനായ ഒരു മുതിർന്ന നേതാവ് K സുധാകരൻ, അദ്ദേഹത്തെ തഴയുന്ന തരത്തിലേക്കൊക്കെ പാർട്ടി തീരുമാനങ്ങൾ എടുക്കേണ്ട, അല്ലെങ്കിൽ പാർട്ടിക്ക് ഉള്ളിൽ തന്നെ അദ്ദേഹത്തിനെതിരെ പല നീക്കങ്ങളും നടക്കുന്ന തരത്തിലേക്കൊക്കെ ഈ ഒരു സമരാഗ്നി പരിപാടി കൊണ്ടെത്തിച്ചിരിക്കുകയാണ് എന്ന് തന്നെ പറയാം. കോൺഗ്രസിന്റെ മുഖങ്ങളായ, കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളായ VD സതീശനും K സുധാകരനും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഒന്നും തന്നെ രമ്യതയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കാത്ത ഈ ഒരു അവസ്ഥയിലാണ് വീണ്ടും ഒരു പ്രശ്നം കൂടെ, ഒരു വിവാദവും കൂടെ ഉടലെടുത്തിരിക്കുന്നത്. അതും ഇത്തരത്തിൽ കോൺഗ്രസിന്റെ പണപ്പിരിവുമായി ബന്ധപ്പെട്ട്. ഇവിടെ എടുത്തു പറയേണ്ട കാര്യം എന്തെന്നാൽ, മുൻപ് നവകേരള സദസ്സ് പോലെ ഒരു പരിപാടി നടത്തിയപ്പോൾ അല്ലെങ്കിൽ കേരളീയം പോലെ ഒരു പരിപാടി നടത്തിയിരുന്നപ്പോഴൊക്കെ വിമർശിച്ചിരുന്ന നേതാക്കൾ തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള വിവാദങ്ങളെല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത്. മാത്രമല്ല, നേരത്തെ പറഞ്ഞതുപോലെ PV അൻവർ ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ അദ്ദേഹം 4 ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. തികച്ചും പ്രസക്തമായ 4 ചോദ്യങ്ങളാണത്. ഒന്ന്, നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ വേദികളിലും ഇത്തരത്തിൽ വേദിയുടെ പിറകുവശത്ത് ഇത്തരത്തിൽ കൗണ്ടറുകൾ ഉണ്ടായിരുന്നു, ഇത്തരത്തിലൊരു പണപ്പിരിവ് നടത്തിയിരുന്നു. അതുപോലെ തന്നെ ആരൊക്കെയാണ് ഇവിടെ എത്തി പണം നൽകിയത്, അങ്ങനെ നൽകിയിട്ടുണ്ടെങ്കിൽ അത് എത്രയാണ് ആ തുക എന്ന് പറയുന്നത്, ഇനി എന്തിനു വേണ്ടിയിട്ടാണ് ഇവർ ഇത്തരത്തിലൊരു പണപ്പിരിവ് നടത്തിയത്, എന്തായാലും ഇതിനൊക്കെ മറുപടി നേതാക്കൾ നൽകേണ്ടതുണ്ട്.